ജഡ്ജസ്, അങ്ങനെ നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 5 കളി കാര്യമായി എന്നൊക്കെ പറയുന്ന പോലെ എലിമിനേഷൻ സമയം വന്നെത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എത്ര പേര് നമ്മുടെ കൂടെ ഉണ്ടാവും ഈ യാത്രയിൽ എന്ന് നമുക്ക് അറിയത്തില്ല. തൽക്കാലത്തേക്ക് മാത്രം എത്ര പേരാണ് മാറി നിൽക്കുന്നത് എന്നുള്ളതൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലാത്ത കാര്യങ്ങളാണ്. മിനൂട്ടി പറഞ്ഞ ആ വേർഡ് തന്നെയാണ് സത്യം, മാറി നിൽക്കുന്നത്. ഇതൊരു എലിമിനേഷൻ ആയിട്ട് ആരും കാണണ്ട. കാരണം എത്ര കുട്ടികളാണ് ഇതിനകത്തുനിന്ന് മാറി നിൽക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ടോട്ടൽ മാർക്സ് എത്ര ആണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ എലിമിനേഷൻ അല്ലെ കുട്ടികൾ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വേദിയിൽ വരാനും പാട്ടുകൾ പാടാനും കിട്ടിയത് നിങ്ങളുടെ മഹാഭാഗ്യമായിട്ട് കണക്കിലാക്കുക. കാരണം ലോകമെമ്പാടുമുള്ള ആൾക്കാർ, കോടാനുകോടി ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ് ടോപ്പ് സിംഗർ. അപ്പോൾ ടോപ്പ് സിംഗർ സീസൺ 5 ഇതാ ഇവിടെ അതിൻ്റെ ക്വാർട്ടർ ഫൈനൽസിൻ്റെ മുന്നിൽ അല്ലെ വക്കിൽ എത്തി നിൽക്കുകയാണ്. ഇനി നമ്മൾ ക്വാർട്ടർ ഫൈനൽസിലോട്ട് കയറുകയാണ്. അതിനു മുമ്പ് ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത്, ആരൊക്കെയാണ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് പോകുന്നതെന്ന് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഇതിനകത്തുനിന്ന് പോകുന്നവർ അല്ലെ മാറ്റി നിർത്തപ്പെടുന്നവർ അവരൊട്ടും സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന അല്ലെ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഫ്ലവേഴ്സ് ഫാമിലിയിലാണ്, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫാമിലിയിലാണ്. അപ്പോൾ ഇനി നമുക്കറിയേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ക്വാർട്ടർ ഫൈനൽസിലേക്ക് ഇനി ആരൊക്കെ. അത് എനിക്കറിഞ്ഞൂടാ, ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. പ്യുവർലി മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരെത്ര മാർക്ക് വാങ്ങിച്ചെന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇനി ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലോട്ട് ക്വാർട്ടർ ഫൈനൽസിലോട്ട് വരുന്നതെന്ന് ഇതാ നമുക്ക് നോക്കാം. ദേവദർശ്, അമേക്, ഇഷൽ, ആർജിത, നിഹാര, ശ്രീലക്ഷ്മി, അഖില, ഐറിസ് ആൻഡ് ഋതുബീണ. നെക്സ്റ്റ് കാർഡ് പ്ലീസ്. സെബമോൻ, അൻസറ, ഗൗതമി, ആര്യൻ, പാർവണ, ദേവതീർത്ത്, ശിവശങ്കർ കൃഷ്ണ ആൻഡ് താൻ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട 17 കുട്ടികളുമായിട്ട് ക്വാർട്ടർ ഫൈനൽസ് യാത്ര ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു.